ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. അപ്പോൾ ഇത്തവണ നമുക്കൊരു വെക്റ്റർ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്, വെക്റ്റർ പോർട്രേറ്റ് ട്യൂട്ടോറിയൽ. അപ്പോൾ നമ്മൾ മുമ്പ് ഇൻഫിനിറ്റി ഡിസൈനിൻ്റെ ടൂൾസിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന വീഡിയോസ്, വേറെ പോർട്രേറ്റ് ചെയ്യുന്ന വീഡിയോസ്, ലൈൻ ആർട്ട് ചെയ്യുന്ന വീഡിയോസ്, നന്നായിട്ട് എങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കാം എന്നുള്ള വീഡിയോസ്, പിന്നെ ഹെയർ, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓട്ടോഡെസ്കിൻ്റെയും മറ്റ് ആപ്ലിക്കേഷൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെക്റ്റർ ആർട്ടിൽ നമുക്ക് സ്മഡ്ജ് ചെയ്യുന്ന ഓപ്ഷനൊന്നും ഇല്ല. പക്ഷേ എങ്ങനെ സ്മഡ്ജ് ചെയ്യുന്നത് പോലെ വരച്ചെടുക്കാം എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു പോർട്രേറ്റ് വരയ്ക്കുന്നത് മുതൽ സ്മഡ്ജ് ചെയ്തെടുക്കുന്ന വരെയുള്ള, അപ്പോൾ നമ്മൾ വേറെ ആപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടല്ല സ്മഡ്ജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവാം, പക്ഷേ ഒരിക്കലുമല്ല. നമ്മൾ ഇൻഫിനിറ്റി ഡിസൈനിൽ തന്നെ വരച്ചിട്ട് തന്നെയാണ് സ്മഡ്ജ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോ പറയുന്നത്. പിന്നെ ഈ വീഡിയോ ഞാൻ 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്, കാരണം നല്ല ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കണ്ടാൽ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ട്യൂട്ടോറിയൽ ചെയ്യാൻ വന്നല്ല ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു സംഭവമാണ് ഈ ഇൻഫിനിറ്റി ഡിസൈനിൽ എങ്ങനെ സ്മഡ്ജ് ചെയ്തുകൊണ്ട് വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ വെക്റ്റർ ആർട്ടിൽ സ്മഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. നമ്മൾ നോർമലായിട്ട് പിക്സൽ ആർട്ടുകളിലാണ് സ്മഡ്ജ് ചെയ്യുന്ന ഓപ്ഷൻ. പിക്സൽ ആർട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓട്ടോഡെസ്ക്, IBIS Paint, ഫോട്ടോഷോപ്പ് എന്നീ ആപ്ലിക്കേഷനിലൊക്കെ ചെയ്യുന്ന വർക്കുകളാണ് പിക്സൽ ആർട്ട് എന്ന് പറയുന്നത്. വെക്റ്റർ ആർട്ട് എന്ന് പറഞ്ഞാൽ അഡോബ് ഇല്ലുസ്ട്രേറ്റർ, ഇൻഫിനിറ്റി ഡിസൈൻ, അഫിനിറ്റി ഡിസൈൻ എന്നീ ആപ്ലിക്കേഷനിൽ ചെയ്യുന്ന വർക്കിനൊക്കെ ആണ് വെക്റ്റർ ആർട്ട് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ആർട്ടിൽ തന്നെ 2 ഫോമുകളാണ്, വെക്റ്ററും അതുപോലെ തന്നെ പിക്സലും. പിക്സൽ ആർട്ടിൽ നമുക്ക് സ്മഡ്ജ് ചെയ്യാൻ പറ്റും, ബ്ലെൻഡിങ് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെക്റ്ററിൽ അതില്ല. പക്ഷേ എങ്ങനെ സ്മഡ്ജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വരച്ചെടുക്കാം എന്നാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ഡിസൈൻ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു ഇമേജ്, നമ്മൾ ഇച്ചായൻ്റെ ടോവിനോ തോമസിൻ്റെ ഒരു ഇമേജാണ് എടുക്കുന്നത്. നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്, ആ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ന്യൂവിൽ പ്രൊജക്റ്റ് നെയിം കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ സ്മഡ്ജ് ചെയ്യുന്നത് എങ്ങനെ, ഒരു പോർട്രേറ്റ് വരച്ച് സ്മഡ്ജ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ വരയ്ക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ആ ഒരു നെയിം തന്നെയാണ് കൊടുക്കുന്നത്, പോർട്രേറ്റ് സ്മഡ്ജ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്യാപ്ഷൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ് ആ ഒരു പ്രൊജക്റ്റിന്. ഓക്കെ, എന്നിട്ട് ഞാൻ സൈസ് ഏകദേശം ഞാൻ മാറ്റുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും. 4691 × 560, അതായത് ഹൈറ്റ് വിഡ്ത്ത് 4691 ഹൈറ്റ് 3560 ആണ്. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻവാസ് വരും. അപ്പോൾ ഈ ക്യാൻവാസിലാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയാണ് ആപ്ലിക്കേഷൻ ലാൻഡ്സ്കേപ്പിൽ പിടിച്ചിട്ട് വരയ്ക്കുന്നത്. ഗാലറി എടുക്കുക. അതിൽ ഞാൻ ചാൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇമേജ് എന്നുള്ള കൊടുക്കാം, ട്രേസ് എന്നുള്ള കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇമേജ് എന്നുള്ള കൊടുക്കുക. ഇമേജ് എന്നുള്ള കൊടുത്തതിന് ശേഷം ആ ഇമേജ് വരും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോം ചെയ്ത് വെക്കുക. നമുക്കതൊന്ന് അലൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇമേജ് നൈസായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ആ ടിക്ക് കാണുന്നത് ടിക്ക് കൊടുത്താൽ. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ ടൂൾ അതെടുക്കുക ഇതെടുക്കുന്നൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ മുമ്പ് ചെയ്തുള്ള എല്ലാ വീഡിയോസിലും കൊച്ചു കുട്ടികൾക്ക് പറയുന്ന പോലെ നമ്മൾ പറയുന്നുണ്ട് ഈ ടൂൾ ഇതിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ന്യൂ ലെയർ എടുത്തിട്ട് ലെസ്സോ ടൂൾ എടുക്കുന്നുണ്ട്. ലെസ്സോ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വെക്റ്റർ ആർട്ട് ആയാലും ഡിജിറ്റൽ പെയിൻറ്റിംഗ് ആയാലും ആദ്യ സ്റ്റെപ്പ് എന്താണ്, ലൈൻ ആർട്ട് അല്ലെങ്കിൽ ഔട്ടർ ലൈൻ വരയ്ക്കുക എന്നാണ്. അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് നമുക്കിപ്പോൾ മുടിയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ മുടിയുടെ ഒരു സ്പേസ് വരച്ച് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ മുടി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരേ ഇതകളും നോക്കിയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ബെറ്ററാണ്. ചിലവരെന്താ ജസ്റ്റ് ഒന്ന് ആ മുടി കാണുന്നിടത്ത് ഇങ്ങനെ റൗണ്ട് ഇട്ട് വരച്ച് വരും. അപ്പോൾ അങ്ങനെ വരച്ചാൽ ഭംഗി ഉണ്ടാവില്ല, നമുക്കൊരു റിയലിസ്റ്റിക് ഒരു ഫീല് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഓരോ കുനുപ്പ് ആക്കി കറക്റ്റായിട്ട് ആ ഒരു ലൈനൊക്കെ തോന്നുന്ന രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ടൈം ലാപ്സ് ആക്കുന്നുണ്ട്, കാരണം നമ്മളുടെ മുമ്പത്തെ കുറേ വീഡിയോസിൽ ഈ ഔട്ട്ലൈൻ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാം. എന്നാലും വലിയ സ്പീഡിലൊന്നും ചെയ്യുന്നില്ല, ടൈം ലാപ്സ് ആക്കുന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോ 3 വീഡിയോ ആക്കിയിട്ടാണ്, കാരണം അത്രക്കധികം. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ 60-ൽ മേലെ ക്ലിപ്സ് ഉണ്ടായിരുന്നു. സ്ക്രീൻ റെക്കോർഡ് തന്നെ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ചെറുതാക്കി ഏകദേശം 1.5 മണിക്കൂറിൻ്റെ വീഡിയോ 3 ഭാഗമായിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓരോ ഭാഗം ഓരോ സ്റ്റെപ്പിലായിട്ട് പോസ്റ്റ് ചെയ്യാം. ഒരുമിച്ചിട്ടാൽ നിങ്ങൾക്ക് അത് കാണാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ കഴിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതിട്ട് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് ജസ്റ്റ് ഒരു ബേസ് ലെയർ മാത്രമാണ് ഔട്ട്ലൈൻ്റെ. ഇനി ഈ ഹെയറൊക്കെ ഹൈലൈറ്റ് ചെയ്യേണ്ടതൊക്കെ വരും. നമുക്ക് ഇതിലെ ഹെയറിലെ കളേഴ്സും വൈറ്റ് കളറും
കാര്യങ്ങളൊക്കെ കാണുന്നൊക്കെ വരച്ചെടുക്കണം. അതൊക്കെ ഇനി ലെയർ ബൈ ലെയർ വരച്ച് കൊണ്ടുവരണം. ഒരുപാട് ലെയേഴ്സ് എടുത്തിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ നല്ല ഭംഗിക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വരച്ച് പഠിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി ഒക്കെ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വരയ്ക്കാൻ പറ്റട്ടെ. ഞാൻ എന്തായാലും എനിക്കറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ താടിയും വരയ്ക്കുന്നത്. ആ ലൈൻസ് കറക്റ്റ് ആ താടി വന്നിരിക്കുന്ന ആ രോമങ്ങൾ വന്നിരിക്കുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ഭാഗവും ഒക്കെ അതേപോലെ തന്നെ ആ കുനിപ്പ് ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ ടാപ്പേഡ് ആയിട്ടുള്ള ഒരു ഫീലിൽ നമ്മൾ വരച്ചെടുത്ത കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ അത് നോക്കി കറക്റ്റ് ടൈം എടുത്ത് വരയ്ക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ ടൈം എടുത്ത് തന്നെ വരയ്ക്കുക. ഓക്കെ, എന്നാലേ ആ വർക്ക് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഭാഗങ്ങൾ നന്നായിട്ട് വരച്ചെടുക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ വല്ല കാരിക്കേച്ചറോ അല്ലെങ്കിൽ സ്ക്രിബിൾ ആർട്ടോ ഇൻഫിനിറ്റിയിൽ എങ്ങനെ സ്ക്രിബിൾ ചെയ്യാമെന്നോ അങ്ങനത്തെ വല്ല ട്യൂട്ടോറിയൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ പോർട്രേറ്റിൻ്റെ തന്നെ നമ്മൾ ഏകദേശം 3 ട്യൂട്ടോറിയൽ, ഇതടക്കം 3 ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ചെയ്തിട്ടുണ്ട്, ഞാൻ 3 ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട് പോർട്രേറ്റിൻ്റെ. അപ്പോൾ നമുക്ക് പോർട്രേറ്റ് ഈ ഒരു വർക്കോടുകൂടി നിർത്തിയിട്ട് നമുക്ക് സ്ക്രിബിൾ ചെയ്യുന്ന വീഡിയോ, അതുപോലെ കാരിക്കേച്ചർ ചെയ്യുന്ന വീഡിയോ, ഡോട്ട് ആർട്ട് ചെയ്യുന്നൊക്കെ സ്ക്രിബിൾ നമ്മുടെ ഇൻഫിനിറ്റി ഡിസൈനിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള പോർട്രേറ്റ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഇൻസ്റ്റയിൽ അങ്ങനെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈപ്പ് പോർട്രേറ്റും കൂടി ചെയ്യണം, ഈ ഗെയിമിങ് സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ താടി ഏകദേശം വരച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ടൈം ലാപ്സ് കാണിച്ചത് മുമ്പ് നമ്മൾ വരച്ച ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ. ഏകദേശം താടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഹെയറും താടിയുടെയും ആ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ആയിട്ട് കാണുന്ന ഒരു ഭാഗമുണ്ട്, അതുകൂടി നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ വരച്ചു കൊടുക്കുകയാണ്. ആ ഷർട്ടിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഷേഡോ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയാലും വരച്ചാൽ കുഴപ്പമില്ല. ഞാൻ ഇതിൻ്റെ ഒപ്പം വരയ്ക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഞാൻ പ്രത്യേക ഇതിൽ നിന്ന് ഈ ഒരു ഇമേജിൽ നിന്ന് ഒന്നും കളർ പിക്ക് ചെയ്തിട്ടുള്ള ചെയ്യുന്നത്. നമ്മൾ ഇൻഫിനിറ്റി ഡിസൈൻ തന്നെ നമുക്ക് ഒരുപാട് പേര് ഇതിൻ്റെ ഇടയിൽ ഡൗട്ട് ചോദിച്ചിരുന്നു, ബ്രോ കളർ പാലറ്റ്സ് ഉണ്ടോ, ആ ഒരു ട്യൂട്ടോറിയൽ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കളർ പാലറ്റ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ഡിസൈൻ തന്നെ ഓൾറെഡി അവർ കളർ പാലറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ പാലറ്റ്സ് എടുത്ത് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് സ്കിൻ കളർ പാലറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല നല്ല കളർ പാലറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ലൈൻ, ആ ഷർട്ടിൻ്റെ ആ ഒരു ലൈൻ ഔട്ട്ലൈൻ മാത്രം വരച്ചെടുക്കുകയാണ്. നമുക്ക് ഈ ഒരു പിക്ചറിൽ കൂടുതൽ ഔട്ട്ലൈൻസോ കാര്യങ്ങളൊന്നും വരയ്ക്കാനില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ താടിയും ഏകദേശം ആ ഒരു മുടിയും കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അധികം ഔട്ട്ലൈൻ കവർ ചെയ്യാനില്ലാത്ത ഒരു പിക്കാണിത്. ഓക്കെ, അപ്പോൾ അത് ഫില്ല് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നോക്കാം. കണ്ടോ, അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരച്ചു. ഇനി നമുക്ക് ആ മൂക്കിൻ്റെ ആ ഒരു ഭാഗം നമുക്കത് ഫില്ല് ചെയ്ത് കറക്റ്റ് ബ്ലാക്ക് തന്നെ ഞാൻ കൊടുക്കുന്നത്. അവിടെ വേറെ കളേഴ്സൊന്നും കൊടുക്കുന്നില്ല, ആ ബ്ലാക്ക് കൊടുത്തിട്ട് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ മൂക്കിൻ്റെ ആ 2 സൈഡും അതുപോലെ തന്നെ ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്യുകയാണ്. ജസ്റ്റ് ലെസ്സർ ടൂൾ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലേസി ടൂള് ഓൺ ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ, എന്നാലേ ഒരു ഫ്ലോയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ കണ്ണിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. ആ കണ്ണിൻ്റെ ഔട്ട്ലൈൻ കറക്റ്റായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ടൈം എടുത്ത് ഔട്ട്ലൈൻ വരയ്ക്കുക. കാരണം ഔട്ട്ലൈനിലാണ് നമ്മളുടെ ഔട്ട്പുട്ടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ പറയുന്നത്. നമ്മൾ ഔട്ട്പുട്ട് ഭംഗി ഉണ്ടാവണമെങ്കിൽ ഔട്ട്ലൈൻ എന്തായാലും ഉറപ്പായിട്ടും നല്ല ഭംഗിയിൽ തന്നെ വരച്ചാലേ ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത കണ്ണും അതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കളർ ചെയ്യാൻ പോകുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയാസിലൊക്കെ ആയിട്ട് കറക്റ്റ് ഡിജിറ്റൽ പെയിൻറ്റിങ് സ്മഡ്ജ് ചെയ്ത പോലെ തന്നെ ഇൻഫിനിറ്റി ഡിസൈനിലെ വർക്കുകളൊക്കെ സ്മഡ്ജ് ചെയ്ത് വരുന്നൊരു ഫീൽ തന്നെ വരയ്ക്കുന്നത്. അപ്പോൾ അതിനെ സ്മഡ്ജിങ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ചില സ്മഡ്ജ് എഫക്റ്റിൽ വരയ്ക്കുക, ഒരു ബ്ലെൻഡിങ് മോഡിൽ വരയ്ക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഐബ്രോ വരച്ചെടുക്കുകയാണ്. അത് ഐബ്രോയിലെ കറക്റ്റ് ആ ലൈൻസ് വരുന്ന പോലെ തന്നെ ആ ഒരു ഫീലിൽ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ വളരെ ടൈം എടുത്ത് ഔട്ട്ലൈൻ വരച്ചെടുക്കുക. എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ ടൈം എടുത്ത് തന്നെ വർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ട്യൂട്ടോറിയലിന് വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് തന്നെ ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്തൊരു വർക്കാണ്. ഒരുപാട് ടൈം എന്ന് പറഞ്ഞാൽ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ള ടൈമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരാം. നമ്മൾ നോർമലായിട്ട് പോർട്രേറ്റ് വരയ്ക്കുന്നതിനും ഇരട്ടി സമയം വരും ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുമ്പത്തെ നോർമൽ ബിഗിനേഴ്സിനുള്ള വളരെ എളുപ്പത്തിലുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇങ്ങനൊരു സ്പഞ്ചിങ് എഫക്റ്റിലുള്ള വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക.
കാരണം ആദ്യത്തെ ആ ബേസിക് ട്യൂട്ടോറിയൽസ് കണ്ട് അങ്ങനത്തെ ഒരു വർക്ക് ചെയ്ത് ബെറ്റർ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാം ചെയ്താൽ റെഡി ആവില്ല. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യുക. കാരണം ഓരോ ലെയറും വർക്ക് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. കാരണം ഇൻഫിനിറ്റിയുടെ ഒരു പ്രത്യേകപ്പെട്ടൊരു ഗുണമാണ്, അതായത് ഞാൻ താഴ്ത്തി പറയല്ല, തരം താഴ്ത്തി പറയല്ല, ഇൻഫിനിറ്റി ഡിസൈൻ ഇടയ്ക്ക് ചതിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോഴും സേവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിന്ന് ഞാൻ സേവ് ചെയ്തിട്ട് കളർ പെല്ലറ്റ്സ് ആണിത്. അപ്പോൾ തൊട്ടപ്പുറത്ത് കമ്മ്യൂണിറ്റിന്ന് കാണാം. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് കളർ പെല്ലറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിലെ ഏറ്റവും ഡാർക്ക് കളർ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് പോകുന്നത് സ്കിൻ കളേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്കിൻ കളർ എങ്ങനെ കൊടുക്കുക എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമുക്കപ്പോൾ ആദ്യം തന്നെ ആയിട്ടൊരു 4 ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തന്നെ 4 ലെയർ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനിടയിൽ ആവശ്യത്തിന് ഓരോ ലെയേഴ്സ് എടുത്താൽ ഇൻഫിനിറ്റി ഹാങ് ആവാൻ സാധ്യതയുണ്ട്. ഇൻഫിനിറ്റിയുടെ കൂടപ്പുറപ്പായിട്ട് കുറച്ചുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ഈ ഹാങ്, ബഗ് എന്നുള്ളത്. അപ്പോൾ ബഗ്ഗും ഹാങ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന ഇൻഫിനിറ്റി യൂസ് ചെയ്യുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ നോക്കി വെക്കുക. നിങ്ങൾക്ക് ലെയർ എടുക്കുമ്പോൾ ഒരുമിച്ച് കുറച്ച് ലെയർ എടുത്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളുടെ റെഫറൻസ് പിക്ചർ നിങ്ങൾക്ക് കാണാം, ഞാൻ അൺഹൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഡാർക്ക് പോർഷൻ നോക്കിയിട്ട് നമുക്ക് ലേസി ടൂൾ ഓൺ ചെയ്യുക. സെറ്റിങ്സിൽ ലേസി ടൂളും എന്നിട്ട് ഓൺ ചെയ്തിട്ട് ലെസ്സോ ടൂൾ എടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ലെസ്സോ ടൂളാണ് നമ്മൾ ഇതിൽ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. ഔട്ട്ലൈൻ ആയാലും മിക്ക കാര്യങ്ങളായാലും ഇതിലാകെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലെസ്സോ ടൂൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ പെൻസിൽസ് ബ്രഷ് സെറ്റിൽ നിന്ന് ലെസ്സോ ടൂൾ മാത്രം എടുത്ത് വരയ്ക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ആ ഒരു ഡാർക്ക് കളർ ഏകദേശം ഡാർക്ക് ബ്രൗൺ ആണ്. അതിൽ നിന്ന് ആ കണ്ണിൻ്റെ ആ ചുളിവ് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ കണ്ണിൻ്റെ ചുളിവ് നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, പ്രോഗ്രസ്സിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ഫസ്റ്റ് ഏറ്റവും ഡാർക്കായിട്ടുള്ള ഒരു കളറാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മളുടെ സ്കിന്നിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള വരുന്ന ഭാഗങ്ങൾ, ലൈൻസ് പോലെ തോന്നുന്ന ഭാഗങ്ങളൊക്കെ ഈ ഒരു കളർ കൊണ്ടാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു 4 ലെയർ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഔട്ട്ലൈൻ്റെ താഴെയാണ് ആ 4 ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഏറ്റവും ഡാർക്കായിട്ടുള്ള കളർ എടുത്തിട്ട് ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആ ഡാർക്കായിട്ടുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഇതുപോലെ വരച്ചെടുക്കുക. ഇപ്പോൾ ഔട്ട്ലൈൻ പോലെയാണെങ്കിൽ അത് ഔട്ട്ലൈൻ പോലെ വരച്ചെടുക്കുക, ലൈൻസ് പോലെ കാണുകയാണെങ്കിൽ അതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ ഡാർക്ക് എന്ന് തോന്നുന്ന ഭാഗങ്ങളാണ് ഞാനിപ്പോൾ വരച്ചെടുക്കുന്നത്. നേരത്തെ നമ്മൾ ബ്ലാക്ക് ഇട്ടിട്ട് ചെവി ഔട്ട്ലൈൻ ഇടാഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കുറച്ചുകൂടി ചേരുന്നത് കുറച്ച് ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ബ്ലാക്ക് കൊണ്ട് ചെയ്യുന്നതിലും കുറച്ചുകൂടി ഭംഗി ഒരു ബ്രൗൺ കളർ കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടും. കാരണം ഒരു സ്കിൻ കളറിനൊക്കെ അടുത്ത് നിൽക്കുന്നൊരു കളറാണ് ബ്രൗൺ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ വരച്ചെടുക്കുക. അതുപോലെ തന്നെ ഡാർക്ക് എവിടെയൊക്കെ വരുന്നോ അതൊക്കെ നോക്കി വരയ്ക്കുക. നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് വരയ്ക്കുക. നിങ്ങളൊരു ഇമേജ് വരയ്ക്കുമ്പോൾ എപ്പോഴും അതൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഇല്ലുസ്ട്രേഷൻ വർക്ക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു കഴിവാണ് ഷെയ്ഡ്സ് മനസ്സിലാക്കിയെടുക്കുക. ഡാർക്ക് പോർഷൻസ് എവിടെയാണ്, മീഡിയം ലൈറ്റ് പോർഷൻസ് ഒക്കെ എവിടെയാണ്, അതിനനുസരിച്ച് കളർ പല്ലറ്റ്സ് എടുത്തിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ ക്ഷമയോടെ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റും, ഞാൻ ഉറപ്പ് തരാണ്. ഇനി നമ്മൾ ആ താടിയുടെ ഓരോ ഭാഗങ്ങളും ഞാൻ ആ ഒരു ഫില്ല് ആ ബ്ലാക്കിൽ നിന്നും ആ ഒരു ബ്രൗണിലേക്ക് വരുമ്പോൾ ഉള്ളൊരു മാറ്റം ആണ് കാണിക്കുന്നത്. അപ്പോൾ ഹെയർ വരുന്നതും ആ ഒരു സ്പേസും ഡാർക്ക് ആദ്യത്തെ ലൈനായിട്ട് നമ്മൾ ഫുള്ള് ഡാർക്ക് കൊടുക്കുകയാണ് ആ ഒരു കളർ. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ലെയർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ആ ചെവി വരച്ചത് കൊണ്ടാണ് ഇത് ടൈം ലാപ്സ് ആക്കി കാണിച്ചത്. കാരണം ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ 1.5 മണിക്കൂറിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ 3 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള എല്ലാ ഭാഗവും ടൈം ലാപ്സ് ആക്കി കാണിക്കാതെ, അതായത് കുറേയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് ചില ഭാഗം ടൈം ലാപ്സ് ആക്കിയില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത് ഇനിയും കൂടും. ഓക്കെ, ഈ വീഡിയോ ഞാൻ 3 ദിവസം കുത്തിയിരുന്ന് വരയ്ക്കാൻ അധികം ടൈം വേണ്ട, വീഡിയോ എടുക്കാൻ വേണ്ടി വരയ്ക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ആ ഒരു ലെയർ ചെയ്തപ്പോൾ സേവ് ചെയ്യുക. ഈ സേവ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഹാങ് ആയി, ഇൻഫിനിറ്റി ക്ലോസ് ആയി പോയി. അപ്പോൾ നമുക്ക് വീണ്ടും ഇൻഫിനിറ്റി എടുക്കുമ്പോൾ സേവ് ചെയ്ത ആ ഫയൽ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ മൊത്തം പോവും. കുറേ പേർക്കുള്ള പരാതിയാണ്, വർക്ക് കുറേ വരച്ച് അവസാനം എത്തിയപ്പോൾ ഒക്കെ പോയി, ഇൻഫിനിറ്റി ചതിച്ചാശാനയെന്ന് വന്ന് പറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പ്രോഗ്രസ്സിലും സേവ് കോപ്പി എന്ന് കൊടുക്കുക, അത് നിർബന്ധം. അങ്ങനെ നെക്സ്റ്റ് ലെയർ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഏകദേശം ആ ഒരു ബ്രൗണിൽ നിന്നും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രൗണാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് തോന്നാണ് ഡാർക്ക് കൂടിപ്പോയി എന്ന് തോന്നിയാൽ കുഴപ്പമില്ല, നമുക്ക്
ആ ഡാർക്ക് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇറേസ് ചെയ്യുക അല്ലെങ്കിൽ വേറെ കളർ ഫില്ല് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഡാർക്ക് കാണുന്ന ഭാഗത്ത് ഡാർക്ക് കളേഴ്സ് ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫില്ല് ചെയ്യുന്ന കണ്ടാൽ മനസ്സിലാവും ഏകദേശം എവിടെയൊക്കെയാണ് നമ്മൾ ആ ഡാർക്ക് സ്പേസ് വരുന്നത്, എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്യണതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഷെയ്ഡ്സ് കറക്റ്റ് ഒബ്സർവ് ചെയ്ത് ഏതൊക്കെ കളർ പല്ലറ്റ്സ് എവിടെയൊക്കെ ഫില്ല് ചെയ്യണം എന്നുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കളർ പല്ലറ്റ്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ റെഫറൻസിനോട് കുറച്ച് സാമ്യമുള്ള കളർ പല്ലറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇല്ലുസ്ട്രേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും എടുത്ത് കാണിക്കുക വൈബ്രൻറ്റ് കളേഴ്സ് എടുത്താലാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് റിയലിസ്റ്റിക് അതേ കളർ പാറ്റേൺ ഒന്നും നമുക്ക് ഇല്ലുസ്ട്രേഷൻ ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ്. ഡിജിറ്റൽ പെയിൻറ്റിങ് പോലെ അത്ര റിയലിസ്റ്റിക് ആയിട്ട് കിട്ടില്ല. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന കളർ പല്ലറ്റ്സ് നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഒരു ഭംഗി നമുക്ക് കിട്ടണം. ഒരുപാട് ഡള്ളാവാനും പാടില്ല കളേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആ ഡാർക്ക് പോർഷൻ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ വരച്ചെടുക്കുകയാണ്. അപ്പോൾ കണ്ണിൻ്റെ ആ മാടയുടെ അവിടെയും അതുപോലെ തന്നെ ഡാർക്കെന്ന് എനിക്ക് തോന്നുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ആ ഒരു സെക്കൻഡ് ലെയറിൽ ഉള്ള ആ കളർ എടുത്തിട്ട് വരയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ വരച്ച പ്രോഗ്രസ്. നമ്മളിപ്പോൾ ഏകദേശം 2 ബ്രൗൺ കളേഴ്സ്, നല്ല ഡാർക്കുള്ളൊരു ബ്രൗണും പിന്നെ ഒരു കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രൗൺ കളറാണ് ഫില്ല് ചെയ്ത്. ഇനി നമുക്ക് 3ാമത്തെ ലെയർ എടുക്കാം. അതിന് മുമ്പ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 3ാമത്തെ ലെയർ എടുത്തിട്ട് നമുക്ക് അടുത്ത കളർ കൊടുക്കാം. അപ്പോൾ ഇനി എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ചെവിടെ ചെയ്യാനുണ്ട്, സെക്കൻഡ് കളർ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കളർ സെക്കൻഡ് കളർ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പറയുന്നത്. ഡാർക്ക് ലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ നടക്കൂല, കാരണം ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട്, 5-6 ഷെയ്ഡ്സ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് ലൈറ്റ്, ലൈറ്റസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് കളേഴ്സ് എന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് കളറാണ്, സെക്കൻഡ് കളർ ഫില്ല് ചെയ്യുന്നത് സെക്കൻഡ് ലെയറിലാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കളർ നമ്മൾ ഫസ്റ്റ് ലെയറാണ് ഫില്ല് ചെയ്ത്. ഫസ്റ്റ് ലെയർ മീൻസ് ഔട്ട്ലൈൻ വരച്ചതാണ് ഫസ്റ്റ് എടുക്കുന്ന ലെയർ. പക്ഷെ നമ്മൾ അതിൻ്റെ താഴെ 4 ലെയർ ക്രിയേറ്റ് ചെയ്തതിൽ ഫസ്റ്റ് ലെയർ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഔട്ട്ലൈൻ ഏറ്റവും മേലേക്ക് എടുക്കണം, ബാക്കിയുള്ള നമ്മൾ വരയ്ക്കുന്ന ലെയേഴ്സൊക്കെ ഔട്ട്ലൈൻ്റെ താഴെ ആയിരിക്കണം. ഓക്കെ, അത് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഔട്ട്ലൈൻ എപ്പോഴും ഏറ്റവും മേലെ ആയിരിക്കണം ഔട്ട്ലൈൻ്റെ ലെയർ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സേവ് കോപ്പി കൊടുക്കുന്നത് ഞാൻ ഒരു ലെയറിലെ പണി തീർന്നു എന്ന് എനിക്ക് ഉറപ്പായപ്പോഴാണ്. അടുത്ത കളർ എടുക്കുക, അടുത്ത ബ്രൗൺ കളർ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള. അപ്പോൾ തേർഡ് കളർന്ന് ഞാൻ പറയുകയാണ്, തേർഡ് ലെയറിൽ തേർഡ് കളർ എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്കറിയാലോ ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന പാറ്റേൺ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരാണ്. അപ്പോൾ നമ്മൾ തേർഡ് ലെയർ സെലക്ട് ചെയ്തിട്ട് ആ ഒരു തേർഡ് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ സുഖമാണെന്ന് തോന്നുന്നു അങ്ങനെ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് നമുക്ക് പിന്നീട് കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള, കുറച്ചുകൂടി നേരത്തെ കൊടുത്തേക്കാളും ലൈറ്റായിട്ടുള്ള ഭാഗം എവിടെയൊക്കെയാണെന്ന് നോക്കുക, അതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ഒരു സ്കിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ എവിടെയൊക്കെയാണെന്ന് ഒബ്സർവ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറേ പേര് പറഞ്ഞു ബ്രോ പറ്റുന്നില്ല ബ്രോ വരയ്ക്കാൻ, എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ. നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റത്തെ വർക്കൊക്കെ കണ്ടാൽ കൂവും, അജാതി അലമ്പ് വർക്ക്. അപ്പോൾ ഇപ്പോഴും നല്ല വർക്കാണെന്നൊന്നും ഞാൻ പറയണില്ല, അതൊരു പൊങ്ങച്ചായിപ്പോൾ. ഏകദേശം എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്കും സന്തോഷം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഇതന്നെ ഞാൻ പറഞ്ഞല്ലോ 3 ദിവസം കൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് ചെയ്ത്. അപ്പോൾ ഇത്രയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിച്ചിട്ട് ആ വർക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മോഡ് എന്ന് പറഞ്ഞാൽ ക്രാക്കഡ് ആയിട്ടുള്ള വെർഷൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെർഷനിൽ വല്ല ബഗ്ഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന വെർഷൻ എടുക്കാം. വലിയ ബഗ്ഗൊന്നുമില്ല, കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സേവ് ചെയ്താൽ മതി. ഓരോ ലെയറിൻ്റെ പണി കഴിയുമ്പോൾ സേവ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ഞാൻ നെക്സ്റ്റ് കളർ ഫില്ല് ചെയ്യണേന്ന്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു കളർ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് ടോണാണ് എന്ന് തോന്നുന്ന ഭാഗത്തൊക്കെ നമുക്ക് നൈസായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾ നോക്കണം കുറച്ച് ഭംഗികേടോ എങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഹൈഡ് ചെയ്തിട്ട് നമ്മൾ വരച്ച പ്രോഗ്രസ് ഒന്ന് നോക്കണം. ഭംഗികേടൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഓൾട്ടർ ചെയ്തെടുക്കുക. പിന്നെ സെപ്പറേറ്റ് ലെയർ വരയ്ക്കുന്നതുകൊണ്ട് ഉപകാരമുള്ളൂ. കാരണം പിന്നീട് തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മായ്ക്കാനും അത് ഓൾട്ടർ ചെയ്ത് വരയ്ക്കാനും നമുക്ക് യൂസ് ആവും. അപ്പോൾ നിങ്ങൾ വരച്ചിട്ട് അപ്പോൾ തന്നെ മെർജ് ചെയ്ത് പോകരുത് ഒരിക്കലും. നിങ്ങൾക്ക് മെർജ് ചെയ്യാൻ താല്പര്യം ഏറ്റവും അവസാനം. പിന്നെ ഇത് ഒപ്പാസിറ്റി കുറച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, സ്മഡ്ജ് എഫക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ലെയർ മെർജ് ചെയ്താൽ ഇപ്പോൾ അത് ഞാൻ പിന്നീട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം നമ്മൾ പ്രോഗ്രസ് ഉണ്ട്. അപ്പോൾ ഞാൻ സേവ് ചെയ്യുകയാണ്. കണ്ടോ, ഞാൻ ഇപ്പോൾ 3ാമത്തെ കളർ ആഡ് ചെയ്തു 3ാമത്തെ ലെയറിൽ. അപ്പോൾ നെക്സ്റ്റ് ലെയർ എടുക്കുന്നതിന് മുമ്പ് ഞാനത് സേവ് ചെയ്ത് വെക്കുകയാണ്. പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ഫയൽ മിസ്സാവാണ്ടിരിക്കാനാണ്. അപ്പോൾ നല്ലൊരു ടിപ്പാണത്.
നിങ്ങൾ ഓരോ ലെയറും ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ സേവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് കളർ എടുക്കുക. കളർ പാനൽ ക്ലിക്ക് ചെയ്യുക, കളേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കളർ എടുത്തിട്ട് വരയ്ക്കുക. ഇപ്പം ഞാൻ 4ാമത്തെ കളറാണ് ഫില്ല് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ബ്രൗൺ, അതിൻ്റെ ഏറ്റവും ഡാർക്ക് ബ്രൗൺ, ലൈറ്റ്, അങ്ങനത്തെ കളേഴ്സൊക്കെ ഫില്ല് ചെയ്തു. ഇപ്പോൾ 4ാമത്തെ കളർ 4ാമത്തെ ലെയറിൽ നമ്മൾ 4 ലെയർ ഓൾറെഡി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് ലെയർ പിന്നീട് നമുക്ക് എടുക്കാം. ആദ്യം ഞാൻ 4 ലെയർ എടുത്തുള്ളൂ. ഏകദേശം 6 ഷെയ്ഡോളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് നന്നായിട്ട് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓരോ ഭാഗവും. നമ്മൾ അധികം ടൈം ലാപ്സ് ഒന്നും ഇട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1.5 മണിക്കൂറോളം വീഡിയോ ഉണ്ട് ടോട്ടൽ വീഡിയോ. പക്ഷേ ഈ 1.5 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. ആ ഉറപ്പ് ഞാൻ തരികയാണ്. പിന്നെ നിങ്ങൾ ശ്രമിക്കാതെ നമുക്കൊന്നും നേടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. തെറ്റുണ്ടാവും, നിങ്ങൾ അറിയാവുന്നവരോട് ചോദിക്കുക, അല്ലെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആർക്കും, നിങ്ങൾക്കിപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചാൽ ആർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാണ്ടിരുന്നിട്ടില്ല. വല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പറയും ഡ്യൂട്ടി ടൈമാണ്, പിന്നീട് മെസ്സേജ് ചെയ്യാമെന്ന്. ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വീണ്ടും എനിക്ക് മെസ്സേജ് ചെയ്യാം. എനിക്കൊരിക്കലും ഡിസ്റ്റർബ് ആവുമെന്നോ ശരിയാവുമെന്നോ ഒന്നും വിചാരിക്കരുത്. എന്നോട് 2-3 പേര് ചോദിച്ചു, ബ്രോ ഇങ്ങനെ വന്ന് ഡൗട്ട്സ് ചോദിക്കണോ, അത് ഡിസ്റ്റർബ് ഉണ്ടോ? അത് അവരെ നല്ല മനസ്സുകൊണ്ട് ചോദിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് വല്ല തിരക്കിലാണെങ്കിൽ ഞാൻ അപ്പം തന്നെ പറയും തിരക്കിലാണ്, ഞാൻ പിന്നീട് വന്ന് മെസ്സേജ് ചെയ്യാമെന്ന് പറയും. കാരണം നമുക്ക് ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്തിട്ട് അതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നൊക്കെ ഉണ്ട് ചോദിക്കേണ്ട പിന്നെ എന്നോട് തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പറഞ്ഞു തരാനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ചോദിക്കുക, എന്തായാലും പറഞ്ഞു തരും. പിന്നെ നമ്പർ കുറേ പേര് ചോദിച്ചു. ഞാൻ നമ്പർ കൊടുക്കാത്ത വേറെ ഒന്നല്ല, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അവിടെ ഒരു ഇൻസ്ട്രക്ടർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പറാണ്. അപ്പോൾ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 2-3 കമൻറ്റിൽ എൻ്റെ നമ്പർ അടിച്ചിരുന്നു, നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അടുത്ത ലെയറും നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് സേവ് കോപ്പി കൊടുക്കുക. സേവ് കോപ്പി എന്തൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുക. എത്രത്തോളം ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മളുടെ പ്രോഗ്രസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇനിയും കുറച്ച് ലെയേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ലെയേഴ്സ് ബൈ ആഡ് ചെയ്ത് ഫില്ലായതിനു ശേഷം അടുത്ത കളർ എടുക്കുകയാണ്. ഫില്ലായതിനു ശേഷമാണ് പിന്നെ നമ്മൾ സ്മഡ്ജിങ് തുടങ്ങുന്നത്. അപ്പോൾ സ്മഡ്ജിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് വിശദീകരിച്ച് തന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ സ്മഡ്ജിങ് തുടക്കം ഇടുന്നുണ്ട്. പക്ഷേ ഓരോ കളേഴ്സും സ്മഡ്ജ് ചെയ്യണം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ലെങ്ത്താണ് വീഡിയോ. പക്ഷെ നിങ്ങൾക്ക് മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഈ സ്മഡ്ജ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻഫിനിറ്റി വർക്ക് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളുടെ തമ്പനയിൽ കണ്ടാൽ അറിയാം അതിൻ്റെ ഒരു ഔട്ട്പുട്ട്, അവസാനം നമ്മൾ ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് ആ ഒരു രീതിയിലേക്ക് എങ്ങനെ എത്തിക്കുന്നു എന്നാണ് ഈ വീഡിയോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ റെഫറൻസ് ഇല്ലാണ്ടാണ് വരച്ചത്, സോറി കേട്ടോ. ഞാൻ പെട്ടെന്ന് റെഫറൻസ് ഇല്ലാണ്ട് അങ്ങോട്ട് എൻ്റെ ഒരു ഇതിന് പറഞ്ഞു തരാമെന്ന് നിന്നാൽ ഇതാണ് പ്രശ്നം, ഞാൻ അങ്ങോട്ട് കാട് കയറിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കറക്റ്റ് അലൈൻസൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ 5ാമത്തെ ലെയറിലാണ് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് ലെയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വർക്ക് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു ഭംഗിക്ക് വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ചെവിയുടെ ഭാഗമൊക്കെ ചെറിയ പോർഷൻസ് വരുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് വരയ്ക്കാൻ. എങ്കിലും നമ്മൾ വരച്ച് കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് വരച്ച് കഴിഞ്ഞാൽ സൂപ്പറാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വരച്ചിട്ട് ഷെയ്ഡിങ് മിസ്റ്റേക്ക് വന്നു അല്ലെങ്കിൽ പറ്റുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് വന്ന് പറയുമ്പോൾ ബ്രോ പറ്റുന്നില്ല, കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു നാൾ നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് കണ്ടിട്ട് കൊള്ളാട്ടാ എന്ന് അല്ലെങ്കിൽ തോളി കയറ്റിട്ട് പറയും. അങ്ങനെ ഒരു അവസ്ഥയിലെത്തുന്ന വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പറ്റാത്തതായിട്ടൊന്നുമില്ല മക്കളെ, ഇതൊക്കെ എന്ത് ഡ്രോയിങ് അല്ലേ, നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ എന്തായാലും പറ്റും. പ്രാക്ടീസ് ചെയ്താൽ നേടാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ
ആ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ആ ഒരു ഷെയ്ഡ് ടോൺ വരുന്ന ഭാഗത്തൊക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരു 5th ലെയർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 5ഓളം കളേഴ്സാണ് നമ്മൾ ആഡ് ചെയ്തത്. ആ ഒരു കളർ പല്ലറ്റിൽ എനിക്ക് തോന്നുന്നു 6 കളേഴ്സാണ്ട് ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി കളറില്ലെങ്കിൽ നമ്മൾ ഏറ്റവും 6ാമത്തെ കളർ എടുത്തിട്ട് അതിനെ കുറച്ചും കൂടി ലൈറ്റ് ആക്കിയിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ഞാൻ സേവ് കോപ്പി കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ ലെയറും വർക്ക് ചെയ്യുമ്പോൾ ഓരോ ലെയർ എടുത്തിട്ട് അതിലൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സേവ് കോപ്പി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നല്ല ലെങ്ത് വീഡിയോ ആണ്. ഇതിൻ്റെ ഇടയിൽ അങ്ങനെ വർക്ക് മിസ്സായ മക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് അവസാനം വർക്ക് മിസ്സായ ആലോചിച്ച് നോക്കി, ഔട്ട്പുട്ട് ഇല്ലാണ്ടാവും. അപ്പോൾ ഇത്ര റിസ്ക് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത് ഇൻഫിനിറ്റി എപ്പോൾ വേണമെങ്കിലും ചതിക്കാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സേവ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല, പക്കയായിട്ട് വർക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അഡോബ് ഡ്രോ ആണോ ഇൻഫിനിറ്റി ആണോ, കുറേ കമൻസിൽ ഞാൻ കണ്ടു കേട്ടോ. അഡോബ് ഡ്രോ ആണോ ബ്രോ ഇൻഫിനിറ്റി ആണോ നല്ലതെന്നൊക്കെ. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഫങ്ഷൻസും ബ്രഷസും ഉള്ളൊരു ആപ്ലിക്കേഷനാണ് ഇൻഫിനിറ്റി ഡിസൈൻ. പക്ഷേ ബിഗിനർ ഫ്രണ്ട്ലി അല്ല. അതായത് ഒരു ബിഗിനർക്ക് ആദ്യം വന്ന് കയറുമ്പോൾ വർക്ക് ചെയ്യാൻ തോന്നിക്കില്ല, അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയലിൻ്റെ സഹായം ഇല്ലാതെ. പക്ഷേ അഡോബ് ഡ്രോ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ കയറുമ്പോൾ തന്നെ നമുക്കൊരു ബിഗിനർ ആയാലും ഏകദേശം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അഡോബ് ഡ്രോയിൽ ചെയ്യുന്ന പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റും. ടാലൻറ്റഡ് ആണെങ്കിൽ ചെയ്യാനും പറ്റും. ഞാൻ ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻഫിനിറ്റി കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ മനസ്സിലാക്കിയെടുക്കാൻ ടൂൾസൊക്കെ മനസ്സിലാക്കി കുറച്ച് പണിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഓട്ടോഡെസ്ക്, അതുപോലെ തന്നെ IBIS Paint X, പ്രോക്രിയേറ്റ് ഇതിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഫസ്റ്റ് ഞാൻ ടൂൾസാണ് ഇട്ടേക്കുന്നത്. കാരണം ഒരു പണിയെടുക്കുന്ന ഒരാൾക്ക് അയാളുടെ ടൂളിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവില്ലെങ്കിൽ നമുക്ക് നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം അറിവ് വേണ്ട ടൂൾസിനെ കുറിച്ചും അതിൻ്റെ സെറ്റിങ്സിനെ കുറിച്ചാണ്, എന്നാലും നിങ്ങൾക്ക് വർക്ക് എളുപ്പമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ ആപ്ലിക്കേഷനും ഞാൻ ആദ്യം ടൂൾസിൻ്റെ വീഡിയോസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇൻഫിനിറ്റി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ടൂൾസിൻ്റെയും ബേസിക്കായിട്ട് ഞാൻ ഒരുപാട് പോർട്രേറ്റ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ പ്രോഗ്രസ് കാണാം. ഞാൻ സേവ് കോപ്പി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വർക്ക് ഞാൻ നേരത്തെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഈ സേവ് കോപ്പി കൊടുക്കാൻ പറയണ കാരണം എന്താ, ഇപ്പം ഞാൻ ലൈറ്റ് കളറാട്ടോ എടുത്തത്. ലാസ്റ്റ് എടുത്ത കളറിൻ്റെ ലൈറ്റ് കളർ എടുത്തിട്ട് പുതിയ ലെയർ ആഡ് ചെയ്തു. എന്നിട്ട് ആ ഭാഗം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, കണ്ടോ, ഫുള്ളായിട്ട്. അപ്പോൾ ഈ ഒരു ലെയറും കൂടി ആകുമ്പോൾ നമ്മുടെ ഏകദേശം സ്മഡ്ജ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കളർ പല്ലറ്റ്സ് ഫില്ല് ചെയ്യുന്നൊരു ഭാഗം തീരും. ഏകദേശം എല്ലാ കളേഴ്സും നമ്മൾ ഫില്ല് ചെയ്തു എന്നുള്ള രീതിയിലെത്തും. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേ, പടച്ചോനെ മറന്നുപോയി. എന്തായാലും പോട്ടെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെല്ലറ്റ്സ് എടുക്കുക, നമ്മൾ ലിപ്പിൻ്റെ കളർ വരയ്ക്കണം. അപ്പോൾ ഏകദേശം ലിപ്പിന് ചേർന്നൊരു കളർ ഞാൻ എടുത്തു. അപ്പോൾ ഇൻഫിനിറ്റി തന്നെ കളേഴ്സിൽ ആ 3 ഡോട്ട് കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്ത പെല്ലറ്റ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടയാളപ്പെടുത്തി കാണിക്കാതെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ ഇതാണ് ഡോട്ട്, ഇതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടിയും ബിഗിനേഴ്സിന് കുറച്ചും കൂടി വരച്ച് റെഡിയായവർക്ക് വേണ്ടിയുള്ളൊരു ട്യൂട്ടോറിയലാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൂൾസിനെ കുറിച്ചൊന്നും തീരെ അറിവില്ലെങ്കിലും മുമ്പത്തെ വീഡിയോസ് ഇരുന്ന് കാണാം, അതായിരിക്കും ഏറ്റവും നല്ല. ലിപ്പ് കളേഴ്സിൽ നമ്മൾ ഫസ്റ്റ് കളർ കൊടുത്തത്, ഇപ്പോൾ സെക്കൻഡ് കളർ കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ സ്കിന്നിൽ ചെയ്ത അതേ പാറ്റേൺ ആണ്. ഷെയ്ഡ്സ് നോക്കിയിട്ട് ഡാർക്ക് ഉള്ളിടത്ത് ഫസ്റ്റ് കളർ കൊടുക്കുക, ഡാർക്ക് പിന്നെ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഭാഗത്ത് സെക്കൻഡ് കളർ കൊടുക്കുക. അങ്ങനെ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്ത് വരാണ്. ഇപ്പോൾ ഞാൻ ലിപ്പിന് എടുത്തേക്കുന്ന കളർ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള കളറാണ്. നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള കളർ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് കളർ ഏകദേശം യോജിക്കുന്ന ഒരു കളർ വേണമെങ്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ ആകുമ്പോൾ കറക്റ്റ് കളർ പാറ്റേൺ വരണമെന്നില്ല, ഭംഗി ഉണ്ടായാൽ മതി. അതായത് ആ ഒരു കളർ കോമ്പിനേഷൻ ലുക്ക് ഉണ്ടായാൽ മതി എന്നേ ഉള്ളൂ. ഡിജിറ്റൽ പെയിൻറ്റിംഗ് ഒക്കെ ആകുമ്പോഴാണ് കളർ കറക്റ്റ് നമുക്ക് ആ ഒരു സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമേജിൽ നിന്ന് തന്നെ കളേഴ്സ് പിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കളേഴ്സ് പിക്ക് ചെയ്യുമ്പോൾ ഇമേജിൽ നിന്ന് എടുക്കുമ്പോൾ എപ്പോഴും ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കളർ വീലിൽ പോയിട്ട്. ഓക്കെ, അപ്പോൾ പെല്ലറ്റ്സ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പെല്ലറ്റ്സ് എപ്പോഴും വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടി എടുപ്പുണ്ടാവും നമ്മുടെ വർക്കിന്. ഓക്കെ, പിന്നെ കുറേ പേര് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പെല്ലറ്റ്സ് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ട്യൂട്ടോറിയൽ കഴിഞ്ഞാൽ ഈ പെല്ലറ്റ്സ് കളയും. ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്താണ് ഞാൻ വെക്കാറില്ല, കാരണം ഞാൻ ഫോണിലധികം വർക്ക് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണ്ടി ട്യൂട്ടോറിയലിന് വേണ്ടി മാത്രമാണ് ഞാൻ ഫോണിലിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഐപാഡിലും അതുപോലെ തന്നെ ഇപ്പോൾ ഫോട്ടോഷോപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ
നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ലിപ്പ് അതുപോലെ തന്നെ കളേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതെങ്ങനെ സ്മഡ്ജിങ്ങിലൂടെ സെറ്റാക്കാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു ഭാഗം കുറച്ച് കളർ കൂടുതലാണ്. അപ്പോൾ ഞാനതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. കൂടുതലായിട്ട് ഡാർക്ക് വന്നുള്ള ഭാഗങ്ങളൊന്ന് കുറച്ച് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ് ലെയറിൽ ചെയ്താൽ ഇതാണ് ഉപയോഗം. നമുക്ക് ഓൾട്ടർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നൈസായിട്ട് ഓൾട്ടർ ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ കൂടിപ്പോയി ഇവിടെ കുറഞ്ഞു അല്ലെങ്കിൽ എറേസ് ചെയ്യണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അത് എറേസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേക. സെപ്പറേറ്റ് ലെയറിൽ വരച്ചാൽ പിന്നെ സേവ് കോപ്പി എല്ലാ ലെയറിൻ്റെ അവസാനം വരച്ച് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോകുന്നത് എങ്ങനെ സ്മഡ്ജ് ചെയ്യും എന്നതാണ്. അപ്പോൾ ഞാൻ ഷർട്ട് വരച്ചിട്ടില്ല. ഷർട്ട് വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് സ്മഡ്ജ് ചെയ്തതിന് ശേഷം സെറ്റായിട്ടൊക്കെ ഷർട്ട് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു എങ്ങനെ സ്മഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ആ ഒരു ഇത് ഞാൻ കളയുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഏകദേശം 10-30 മിനിറ്റായി. അപ്പോൾ കുറച്ച് കാണിക്കാം എങ്ങനെയാണ് എന്ന്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കാം 2 കളേഴ്സാണ് കേട്ടോ, ഡാർക്കും പിന്നെ കുറച്ചുകൂടി ലൈറ്റ്. അപ്പോൾ ഞാൻ ഡാർക്ക് സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റി ഏകദേശം ഒരു 10-ലിടും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ലെയേഴ്സ് എടുത്ത് വയ്ക്കണം. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ ആ ലെയേഴ്സിലാണ് നമ്മളിനി മേലെ ആയിരിക്കണം ലെയേഴ്സ് എടുക്കുന്നത്. നമ്മൾ ഈ വരച്ച ഇപ്പോൾ കാണുന്ന പിക്ചറിൻ്റെ മേലെ ആയിരിക്കണം പുതിയ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ലെയേഴ്സ് നമുക്ക് ഇന്ന സ്റ്റെപ്സ് ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷേ ഒപ്പാസിറ്റി കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് കളർ എടുത്തിട്ട് ഒപ്പാസിറ്റി ഏകദേശം കുറയ്ക്കുക. ഫസ്റ്റ് കളർ ഞാൻ സെലക്ട് ചെയ്തു, നല്ല ഡാർക്ക് ബ്രൗൺ സെലക്ട് ചെയ്തു. ഒപ്പാസിറ്റി കുറച്ച് ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 9 ഇടാം. എന്നിട്ട് ആ സെക്കൻഡ് കളറിനെ കാണുന്നില്ലേ, അതിൽ നിന്ന് ഡാർക്കിലേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുക ഒപ്പാസിറ്റി കുറച്ചിട്ട്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ലെയർ കുറച്ചും കൂടി നീക്കി വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ എങ്ങനെയാണ് പ്രോഗ്രസ് എന്ന് വളരെ ശ്രദ്ധിച്ച് കാണണം. അപ്പോൾ സെക്കൻഡ് ലെയർ ഇതുപോലെ തന്നെ വരച്ചെടുക്കുക. അങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ഇങ്ങനെ വരച്ച് വരുമ്പോൾ ഈ ലൈറ്റിൽ നിന്നും ഡാർക്കിലേക്ക് വരുന്നൊരു ഫ്ലോ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഫ്ലോ അല്ല, ആ ഒരു കളർ അതിൽ നിന്നും ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വരുന്നൊരു ഫ്ലോ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കളറായിട്ട് യോജിച്ച് വരുന്നില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വരയ്ക്കുന്ന കളറ് മുമ്പത്തെ കളറായിട്ട് യോജിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫീല് ബ്ലെൻഡായ ഒരു ഫീൽ വരുന്ന വരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ ഒപ്പാസിറ്റി 15-ലിട്ടു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കണ്ടോ ആ ഒരു ഡാർക്കിൽ നിന്ന് ആ ഒരു ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് വരുന്ന ആ ഒരു ഫീല് ഇപ്പോൾ ഒരു സ്മഡ്ജ് ചെയ്യുന്നൊരു ഫീലായി. അതിൻ്റെ ഇടയിലുള്ള ആ 2 കളറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കാണാത്ത രീതിയിൽ നമ്മളിങ്ങനെ സ്മഡ്ജ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രസ് ചെയ്യുമ്പോൾ എന്തോരം ലെയേഴ്സ് അതുപോലെ എന്തോരം ലൈന് വരുമെന്ന് അറിയാലോ. അപ്പോൾ ഞാൻ ഈ പോർട്രേറ്റ് മൊത്തം വരച്ചെടുത്തത് എന്തോരം കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കഷ്ടപ്പെട്ടാലേ നല്ലൊരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറൊരു കാര്യം, ഒരു സത്യമാണ്. അപ്പോൾ നിങ്ങൾ വളരെ ടൈം എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ സ്മഡ്ജിങ് ഇങ്ങനെയാണ് ചെയ്യുക. ഒപ്പാസിറ്റി കുറച്ചിട്ട് നമ്മളെടുത്ത കളറ് ഏറ്റവും ഡാർക്ക് കളറാണെങ്കിൽ ആ ഡാർക്ക് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത കളറിൽ നിന്ന് വരച്ച് ഈ ഡാർക്കിലേക്ക് എത്തുന്നത് വരെ നമ്മളിങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊണ്ടുവരാം. സ്മഡ്ജ് ചെയ്ത് മീൻസ് ലെയേഴ്സ് ഇങ്ങനെ വരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈം ലാപ്സ് ആക്കിയിട്ടാണ് കാണിക്കുന്നത്. ബാക്കി പ്രോഗ്രസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. ഞാൻ നെക്സ്റ്റ് വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് മൊത്തം എങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാം.